അയ്യോ 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 പോ. കാര്യങ്ങൾ അപകടത്തിലാണല്ലോ കുട്ടി. എന്താ തിരുമേനി? നാഗകോപം അത്യുഗ്രമാണ്. പ്രകോപിതരായ നാഗദൈവങ്ങൾ വഴിപാടുകാരിയായ ഗാഥയുടെ പിന്നാലെ തന്നെയുണ്ട്. ഏതു നിമിഷവും അപകടം ആ കുട്ടിയെ തേടി വരും. തിരുമേനി, എത്രയും പെട്ടെന്ന് ഈ ചരട് ആ കുട്ടിയുടെ കയ്യിൽ അണിയിക്കണം. ഈ പ്രസാദം കുട്ടിയുടെ നെറ്റിയിൽ തൊട്ടുകൊടുക്കുകയും വേണം. വൈകിയാൽ ആപത്താണ്. ഇല്ല, വൈകില്ല. പ്രാർത്ഥനയോടെ ചെയ്യുക. ദൈവങ്ങളെ, അറിവില്ലായ്മയാണ് അവളെ കാണിച്ചതൊക്കെ. അത് പുറത്തു കൊടുക്കണേ. അവര് പാമ്പിനെ കണ്ടെന്ന് പറഞ്ഞത് സത്യം തന്നെയാണോ? കണ്ടുവെന്ന് തന്നെയാ പറഞ്ഞത്. പക്ഷേ ഞാൻ നോക്കിയിട്ടൊന്നും അവിടെ കണ്ടില്ല. എനിക്ക് പേടിയാവുന്നു. ചിലപ്പോ അത് ഇവിടേക്കും വരും. പേടിക്കണ്ട ഗാഥേ. പേടി തട്ടിയ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ തോന്നലുകൾ ഉണ്ടാവും. പ്രാർത്ഥിക്കാൻ അറിയാമെങ്കിൽ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കും. എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ? തൊണ്ട എന്തോ ഉണങ്ങുന്നത് പോലെ. ഞാൻ എടുത്തിട്ട് വരാം. അയ്യോ, അയ്യോ, പാമ്പ് പാമ്പ് പാമ്പ്! ആരെങ്കിലും ഓടി വരണേ! പാമ്പ്! ആരെങ്കിലും ഓടി വരണേ! പാമ്പ്! അയ്യോ അയ്യോ, പാമ്പ്! ആരെങ്കിലും ഓടി വാ! പാമ്പ്! പാമ്പ്! അയ്യോ, പാമ്പ്! ആരെങ്കിലും ഓടി വരണേ! പാമ്പ്! എന്നെ പാമ്പ് കൊല്ലും! എന്നെ പാമ്പ് കൊല്ലും! എന്തെങ്കിലും എടുത്തൊന്ന് ഓടിച്ചു വിടാതിനെ! പ്ലീസ് പ്ലീസ്, എന്തെങ്കിലും ചെയ്ത് എന്നെ ഒന്ന് രക്ഷിക്ക് പ്ലീസ്. എന്തെങ്കിലും നോക്കി നിൽക്കുന്നേ, എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ഈ പാമ്പ് എന്നെ ഇപ്പൊ കൊത്തും. പാമ്പ്! അയ്യോ, എവിടേക്കാ പോയത്? എന്താ അമ്മേ? മോളെ, ഇവിടെ ആകെ പ്രശ്നോ. ഗാഥയുടെ മുറിയിലൊരു പാമ്പ്. പാമ്പോ? എനിക്ക് മുറിക്കകത്തേക്ക് കയറാൻ പോലും പറ്റുന്നില്ല. ആ കുട്ടിയാണെങ്കിൽ പേടിച്ച് നിലവിളിച്ച് വല്ലാത്തൊരവസ്ഥയില്ല. ഞാൻ എന്താ ചെയ്യണ്ട മോളെ? മോളിക്കുട്ടി അവിടെ എത്തിയോ? ഇല്ല, അവൾ എത്താറാവുന്നേ ഉള്ളൂ. മോളെ, ഇവിടെ വെച്ച് ഗാഥയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാ? ഒന്നും സംഭവിക്കില്ല. അതിനുള്ള പരിഹാരം പൂജാരി ചെയ്തു തന്നിട്ടുണ്ട്. മോളിക്കുട്ടി വരട്ടെ, വേണ്ടതൊക്കെ ഞാൻ ചെയ്തോളാം. ശരി മോളെ, എന്നാ ഞാനങ്ങോട്ട് ചെല്ലട്ടെ. എന്റെ നാഗത്താന്മാരെ ആപത്തൊന്നും വരുത്തല്ലേ. അയ്യോ, മോളിക്കുട്ടി, എത്രയും പെട്ടെന്ന് ഈ പ്രസാദും ചരടും ഗാഥയുടെ അടുത്തെത്തിക്കണം. ഗാഥയ്ക്ക് സർപ്പകോപം ഉണ്ടെന്ന് തന്നെയാണ് പൂജാരി പറഞ്ഞത്. ഗാഥയ്ക്ക് സർപ്പദംശനം ഏൽക്കാനുള്ള സാധ്യതയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് മാത്രമാണ് ഏകരക്ഷ. നീ പെട്ടെന്ന് ഇത് കൊണ്ടുപോയി കൊടുക്കാൻ നോക്ക. കൃഷ്ണയെ, നീ കൂടെ വന്നാലേ ശരിയാവുള്ളൂ. കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയില്ലെങ്കിൽ ആ ഗാഥ ഒന്നും അനുസരിക്കില്ല. നീ എന്താ മോളിക്കുട്ടി പറയുന്ന?
ഞാനിപ്പോ ഇവിടുന്ന് എങ്ങനെ ഇറങ്ങാനാ? അവിടെ ഞാൻ വന്നാലും പ്രശ്നമല്ലേ? അനിയൻ സാർ അവിടെ ഇല്ല. വരുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല. അവിടെ വെച്ച് സർപ്പകോപം കൊണ്ട് ഗാദിക്ക് എന്തെങ്കിലും പറ്റുന്നത് നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നീ ഈ ആൾമാറാട്ടത്തിന് മുഴുവൻ എത്ര പേരോട് മറുപടി പറയേണ്ടി വരും? നിനക്കോ അമ്മയ്ക്കോ അനിയൻ സാറിനോട് എന്തെങ്കിലും പറയാൻ പറ്റുമോ? നീ പറയുന്നതൊക്കെ ശരിയാ. വേറൊന്നും ആലോചിക്കണ്ട. ഗാഥയുടെ അടുത്ത് ചെന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാ ഞാൻ തന്നെ നിന്നിവിടെ തിരികെ കൊണ്ടുവന്നാക്കാം. എന്ന് ശരി. ഞാൻ ഈ മുത്തശ്ശിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുത്തശ്ശി സമ്മതിക്കാതെ പൂജാരിയെ വിളിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ മുത്തശ്ശിയോടൊന്ന് പറഞ്ഞിട്ട് വരാം. മുത്തശ്ശി, പിന്നെ എനിക്കൊന്ന് ഗാദിയുടെ അടുത്ത് പോണം. പൂജാരി പറഞ്ഞ കാര്യങ്ങളൊക്കെ അവളെ കൊണ്ട് എനിക്ക് ചെയ്യിക്കണം. അവളുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യമല്ലേ? എനിക്കറിയാം മോളെ, നിന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ട് പോലും അവൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നത് ഈ മുത്തശ്ശിക്കറിയാം. മോള് പൊയ്ക്കോ, ഇവിടുത്തെ കാര്യങ്ങള് മുത്തശ്ശി നോക്കിക്കോളാം. ശരി മുത്തശ്ശി. പോയിട്ട് വാ. വാ പോവാം. ഈശ്വര, കുഴപ്പമൊന്നും വരുത്തരുതേ. അയ്യോ അയ്യോ, പാമ്പ്! ഈശ്വര, അയ്യോ പാമ്പ്! അയ്യോ, അയ്യോ അയ്യോ, പോ! എന്തെങ്കിലും ഒന്ന് ചെയ്യ. അയ്യോ, എന്റെ നാഗദൈവങ്ങളെ ഒന്നും വരുത്തല്ലേ.